ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. താമ്പൂല പ്രശ്നം വെക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് താമ്പൂലലക്ഷം എടുക്കാനായിട്ട് കൊണ്ടുവന്ന വെറ്റിലയെ 2 കൊണ്ട് ഗുണിച്ച് 5 കൊണ്ട് പെരുക്കി 1 കൂട്ടി 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം വരുന്നതിനെ ഗ്രഹമായിട്ടെടുത്ത് ആ ഗ്രഹം നിൽക്കുന്ന സ്ഥലത്തെ ആരൂഢമായിട്ട് എടുക്കുന്നത് എന്നുള്ളത് ഒന്നും മനസ്സിലായി കാണൂലല്ലോ അല്ലെ? നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് നോക്കാം. താമ്പൂല പ്രശ്നം എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ വെക്കും, അല്ലെങ്കിൽ വീട്ടിൽ വെക്കും. ഇതില് 2 കാര്യമാണുള്ളത്. ഒന്ന് താമ്പൂല ആരൂഢം. അതൊരു സംഖ്യ ആരൂഢമാണ്. ന്യൂമറോളജിക്കലി ബേസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ആരൂഢമാണ്. താമ്പൂലമാണ് അതിന് പൊരുളായിട്ട് എടുത്തത്. വിവിധ തരത്തിലുള്ള ആരൂഢങ്ങളെ കുറിച്ച് ഞാൻ മുന്നേ ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ അത് പോയി കാണുക. ഇനിയും അതിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വീണ്ടും പറയാം. 2 താമ്പൂല ഭാവം, 12 ഭാവങ്ങളെ ഗണിക്കാൻ, ഫലം അറിയാൻ. അപ്പൊ താമ്പൂല ആരൂഢം എങ്ങനെയാണ് എടുക്കുന്നത്, അതെന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നു എന്നാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ ഗ്രഹങ്ങളുടെ സംഖ്യയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഗ്രഹങ്ങളുടെ സംഖ്യ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഓർഡറിൽ 1, 2, 3, 4, 5, 6, 7 ഇത്തരത്തില് വരും കേട്ടോ. സൂര്യൻ 1, ചന്ദ്രൻ 2, ചൊവ്വ 3, ബുധൻ 4, വ്യാഴം 5, ശുക്രൻ 6, ശനി 7. ഇതാണ് താമ്പൂലത്തിന്റെ സംഖ്യ, ന്യൂമറോളജിക്കൽ വാല്യൂ. ഗ്രഹങ്ങളുടെ താമ്പൂലത്തിലെടുത്താലും അല്ലാതെ എടുത്താലും നമ്മുടെ വേദിക് അസ്ട്രോളജി അനുസരിച്ച് ഗ്രഹങ്ങളുടെ സംഖ്യ ഇതാണ്. എന്നാൽ ഷെൽഡൻ അസ്ട്രോളജി പ്രകാരം, ഷെൽഡൻ ന്യൂമറോളജി പ്രകാരം, കാൽഡിയൻ ന്യൂമറോളജി എന്ന് ചിലർ പറയും, ആ ഷെൽഡൻ ന്യൂമറോളജി പ്രകാരം ഇത് വ്യത്യാസമുണ്ട്. ഇതൊക്കെ സെയിമോ, 1, 2 സെയിമോ. ചൊവ്വയ്ക്ക് വ്യത്യാസമുണ്ട്, ബുധന് വ്യാഴത്തിനൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാത്തിനും ബാക്കി വ്യത്യാസങ്ങൾ വരും. അത് പിന്നെ നമുക്ക് നോക്കാം, അതിപ്പോ പ്രസ്താവ്യമല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കൊണ്ടുവന്ന വെറ്റിലയെ 2 കൊണ്ട് ഗുണിച്ച് 5 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുന്നു. ആ ശിഷ്ടം എടുക്കുന്ന സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഗ്രഹമാണെന്ന് കിട്ടും. ഉദാഹരണം 15 വെറ്റില കൊണ്ടുവന്നു, വെറ്റില 15. അതിനെ എങ്ങനെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ 15 × 2 × 5 + 1 / 7. അപ്പൊ 15 × 2 30, 3 × 5 15, അപ്പൊ 150 + 1 151 / 7, 151 / 7, 7 14, ബാക്കി 11 ഉണ്ട്. 1 7 7, ശിഷ്ടം 4. അപ്പൊ ശിഷ്ടം 4ആണ്. 4 എന്ന് പറയുന്ന ഗ്രഹം ബുധനാണ്, താമ്പൂലത്തിന്റെ കിട്ടിയ ആരൂഢ ഗ്രഹം. അപ്പൊ ബുധൻ നിൽക്കുന്ന രാശിയാണ് താമ്പൂല രാശി എന്ന് ഉള്ളത് ഓർത്തു വെക്കണം. അപ്പൊ ഇന്ന് സൂര്യൻ ഇവിടെ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷൻ: ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു, ഗുളികൻ. അപ്പോ ബുധൻ നിൽക്കുന്ന ഈ രാശിയാണ് താമ്പൂല ആരൂഢ രാശി, അതായത് വൃശ്ചികം ആണ് താമ്പൂല ആരൂഢം. അപ്പോ ഇതിലൊരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, എങ്ങനെ വന്നാലും ഗ്രഹം നിൽക്കുന്ന സ്ഥാനം കിട്ടുള്ളൂ, ശൂന്യമായ സ്ഥാനം കിട്ടില്ല. ഈ ഗ്രഹം ഏതാണോ അതിനെ വെച്ചിട്ടൊരു ഫലവും ഉണ്ട്. ബുധനാണെങ്കിൽ ഇന്ന ബലം, സൂര്യനാണെങ്കിൽ ഇന്ന ബലം, ശനിയാണെങ്കിൽ ഇന്ന ബലം. ഓരോ ഗ്രഹമാണെങ്കിലും ഇന്ന ബലം എന്നുള്ളൊരു കണക്കുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണെങ്കിലേ, പഴയ കാലത്ത് വേറൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. ആ മെത്തേഡ് എന്താന്ന് പിന്നീട് നമുക്ക് നോക്കാം. അപ്പൊ കറക്റ്റ് രാശി കിട്ടുമായിരുന്നു. ഇപ്പൊ ഗ്രഹം ഉള്ള രാശിയെ കിട്ടുക. ഈ ചിങ്ങരാശി, കർക്കിട രാശി, തുലാരാശി, ധനുരാശി കിട്ടാൻ യാതൊരു വകുപ്പുമില്ല. ഈ രാശികൾ വരൂല. കാരണം ഈ രാശികളിൽ
ഈ ഗ്രഹങ്ങൾ നിൽക്കാത്തത് കൊണ്ട്. എന്നാൽ ഏത് രാശിക്കും പോസിബിലിറ്റി ഉള്ള ഒരു കണക്കുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നീട് നോക്കാം. ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതിങ്ങനെയൊന്നും കാണേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. 2 കൊണ്ട് ഗുണിച്ച് 5 കൊണ്ട് ഗുണിച്ച് 1 കൊണ്ട് കൂട്ടേണ്ട ആവശ്യമില്ല. 15 എന്നുള്ള സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ നേരെ അതിനോടുകൂടി ഒന്നങ്ങോട്ട് ചേർക്കാന്നുള്ളൂ. 16 ആണെങ്കിൽ 1 ചേർക്കാൻ 161 ആവും. 15 ആണെങ്കിൽ 151 ആവും. ആ 151 7 കൊണ്ട് ഹരിച്ചാൽ മതി. ഇത് പറയാൻ കാര്യം, ഇതിലൊരു പ്രമാണമുണ്ട്. പ്രമാണം എങ്ങനെയാണ്? താംബൂല സംഖ്യ ദ്വിഗുണ ശരഖ്ന ശ ഏകാം ഹരേ സപ്ത. താംബൂല സംഖ്യ ദ്വിഗുണാം ശരഖ്നാം സ ഏകാം ഹരേ സപ്ത അഭിരത്ര ശിഷ്ട സൂര്യാദികാനാം ഉദയ അത്ര കഥ്യ ഗ്രഹോദയേ യത്ര സ തത്ര ലഗ്ന രാശി. ഇതാണ് പ്രമാണം. ഇത് അനുസരിച്ചിട്ടാണ് ഈ 2 കൊണ്ട് ഗുണിച്ച് 5 കൊണ്ട് പെരുക്കുന്ന പറയണം. അതായത് 2 കൊണ്ട് ഗുണിച്ച് വീണ്ടും 5 കൊണ്ട് ഗുണിക്കണം. താംബൂല സംഖ്യ ദ്വിഗുണ. താംബൂല സംഖ്യ ഇപ്പൊ 15 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. ശരഖ്ന, ശരം എന്ന് പറഞ്ഞാല് നമ്മൾ ശരശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പഞ്ചശരം എന്ന് പറയും, 5 ശരങ്ങളാണ്. അതുകൊണ്ട് ശരകല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കുറെ വർഷങ്ങളായിട്ട്. 2 വർഷമായിട്ട് ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ അമാനുഷ ലോകം എന്ന് പറയുന്ന ചാനലിൽ മൊത്തം അത് തന്നെയാണ് കണ്ടന്റ്. ഇപ്പൊ ഒന്നും തുടങ്ങിയതല്ല, 4-5 വർഷം മുമ്പ് തുടങ്ങിയ ചാനലാണ്. എൻ്റെ കളരിയുടെ ചാനലും അതേ കണ്ടന്റ് ഞാൻ വർഷങ്ങളായിട്ട് സംസാരിക്കാറുണ്ട്. ദ്വിഗുണ ശരഖ്നാം. അപ്പൊ 2 കൊണ്ട് ഗുണിച്ച് 5 കൊണ്ട്. ഖ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെരുക്കുക. സ ഏകാം, ഏകത്തോട് കൂടി അഥവാ 1 കൂട്ടുക. സ എന്ന് പറഞ്ഞ കൂട്ടുക, കൂടി എന്ന അർത്ഥം കൂട്ടുക. ഹരേ ഹരിക്കുക, സപ്ത 7 ഹരിക്കുക. അതിനുശേഷം അഭിരത്ര, അതിനുശേഷമുള്ള ക്രിയക്ക് അഭിരത്ര, അത് ചെയ്തതിന് ശേഷം എത്രയാണോ എന്നർത്ഥം. ശിഷ്ട, അഭിരത്ര ശിഷ്ട, അതിനുശേഷം കിട്ടിയ ശിഷ്ടം. സൂര്യാദികാനം, സൂര്യാദികളായിട്ടുള്ള ഈ ഗ്രഹങ്ങളുടെ ഉദയം, ഉദയം എന്ന് കഥ്യ പറയപ്പെടുന്നു. അത്ര കഥ്യ എന്ന് പറയപ്പെടുന്നു. ഗ്രഹോദയെ, ഗ്രഹത്തിന്റെ ഉദയം എത്ര ഏതാണോ, സ അതാണ്, സ തത്ര അവിടെയാണ് ലഗ്നരാശി. അത് നമ്മൾ ഓൾറെഡി എടുത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രിയ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ, താംബൂലത്തെ കൊണ്ടുവരുന്ന താംബൂലം ശരീരമാണെന്ന് എടുക്കുന്നു. കൊണ്ടുവരുന്ന താംബൂലം ശരീരമാണെന്ന് കണക്ക് കൂട്ടുന്നു. അതില് 2 വകയായിട്ട് 5-5 ശരങ്ങൾ വീതമുണ്ട്. അഥവാ ഗ്രഹങ്ങൾ എടുക്കുകയാണെങ്കിൽ പഞ്ചഗ്രഹങ്ങൾ പ്രാധാന്യമുണ്ട്. അതിൽ 2 എന്ന് പറഞ്ഞാല് ഇവിടെയുള്ള ചന്ദ്രനും ഇവിടെയുള്ള സൂര്യനുമാണ്. സൂര്യൻ 1, ഇത് 2. ഈ രണ്ടാണ് ആദ്യത്തെ 2. സൂര്യനാഡി, ചന്ദ്രനാഡി. ഇത് ഒരാളിരിക്കുകയാണെങ്കിൽ നാഡികൾ ഇങ്ങനെ പോകും, ധ്യാനത്തിലിരിക്കുന്ന ആളെമാര്. പിന്നെ 5 ഗ്രഹങ്ങൾ വരുന്ന, ഇവിടെ വരുന്ന ബുധൻ, ഇവിടെ വരുന്ന ശുക്രൻ, ഇവിടെ വരുന്ന ചൊവ്വ, ഇവിടെ വരുന്ന വ്യാഴം, ഇവിടെ വരുന്ന ശനി. ഇവ പഞ്ചശരങ്ങളാണ്. ഒന്ന് ചന്ദ്രശരം, വേറൊന്ന് സൂര്യശരം. അത് നാഡീ ശാസ്ത്രമോ ശരകലയോ വ്യക്തമായിട്ട് അറിഞ്ഞാലേ അറിയുള്ളൂ. അല്ലാതെ ഇടത്തെ മുക്കി കൂടി ഇങ്ങനെ നോക്കി ശരം കാണുന്ന രീതിയല്ല. അപ്പോ ഇതറിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? ശരം അറിയാൻ പറ്റും. 2 ബ്രാൻഡുകളായിട്ടുള്ള 5 ശരങ്ങള്. അപ്പൊ ഇതിൽ പഞ്ചഭൂതം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ. ശരകലയിലുള്ള പഞ്ചഭൂതം ഇതിൽ പറയുന്ന മാതിരി ഹോരാശാസ്ത്രത്തിലുള്ളതിന് വ്യത്യാസമുണ്ട്. അപ്പോ ഈ 2 നാഡികൾക്ക് 5 ശരങ്ങള്.
ഇതിനെ 10 പ്രാണൻ എന്നും പറയും. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, നാഗൻ, കൂർമൻ, കൃകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ, അങ്ങനെയുള്ള 10 ആണിത്. അതിനോടുകൂടി 1 ആയ ജീവൻ ചേർക്കണം. അപ്പോ ഒരു ശരീരത്തില് 2 നാഡികള്, ഇടപിംഗള നാഡികളിലുള്ള 5 ശരങ്ങള് അഥവാ 10 പ്രാണനങ്ങളും ഒരു ജീവനും കൂടി ചേർന്നു. ഇനി അതില് ഓരോ ഗ്രഹത്തിനെ പെരുക്കണം, ഓരോ ഗ്രഹത്തിനെ ഹരിക്കണം. അതായത് ഓരോ ഗ്രഹത്തിന് കൊടുത്തിട്ടുള്ള എത്രയാണോന്ന് ഹരിക്കണം. അപ്പൊ ഒരു ഗ്രഹത്തെ കൊണ്ട് ഹരിച്ച് ബാക്കി വരുന്ന ശിഷ്ടം, ആ ശിഷ്ടം 1, 2, 3 ഏത് വരുന്നോ ആ ഗ്രഹത്തിൽ ചെന്ന് നിൽക്കുന്നു. അത് വേറെ ഒന്നുമല്ല, ഇത്ര ഹരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് 1 ആണെങ്കിൽ ഇത് ഇങ്ങനെ ഹരിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കി തുടർന്ന് ഏത് വരും എന്ന് നോക്കുന്നതാ. ഹരിച്ചിട്ട് ശിഷ്ടം വരാന്ന് പറഞ്ഞാല് മൊത്തം സംഖ്യയെ ഇപ്പൊ 151 എന്നുണ്ടെങ്കിൽ 15 എത്തിയാൽ 151 കിട്ടിക്കഴിഞ്ഞാൽ 7 വീതം മാറ്റി അപ്പൊ ആദ്യത്തെ 7 ഇവിടം വരെ എത്തും. 1 ആയിരുന്നെങ്കിൽ ഇത് അങ്ങനെ 7 ഇവിടം വരെ എത്തി, രണ്ടാമത്തെ 7, മൂന്നാമത്തെ 7, അങ്ങനെ 21 7 കഴിഞ്ഞാൽ ഇതെത്തി. പിന്നെയുള്ള 4 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെയാണ് ബുധൻ വന്ന. ഈ ശിഷ്ടം എന്ന് കൂട്ടുമ്പോൾ അങ്ങനെ എടുക്കണം. മനസ്സിലായോ? അപ്പൊ ഏത് ഗ്രഹത്തിൽ വന്നിരിക്കുന്നു ആ ഗ്രഹമാണ്. അപ്പൊ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എന്ന് പറഞ്ഞാൽ 7 ഹരിച്ചാല് ഏത് ഗ്രഹത്തിന്റെ മുകളിൽ വന്ന് നിൽക്കുന്നു അതാണ് ആരുടെ ഗ്രഹം, അത് നിൽക്കുന്ന രാശിയാണ്. അപ്പൊ ഇതിനുള്ള കാരണം മനസ്സിലായല്ലോ. 2 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാല് 2 നാഡികള്, 5 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ 5 ശരങ്ങള്, 7 എന്ന് പറഞ്ഞാൽ 7 ഗ്രഹങ്ങള്. അപ്പൊ ഈ താമ്പൂലത്തെ കൊണ്ടുവന്ന ആളുടെ ശരീരം ആയിട്ട് കണക്കാക്കും. അഥവാ ആർക്ക് വേണ്ടിയാണോ പ്രശ്നം വെക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ ശരീരമാണ് ഈ കൊണ്ടുവരുന്ന വെറ്റില. ആ വെറ്റിലയിലെ 10 പ്രാണനങ്ങളാണ് 2 × 5. ഒരു ജീവനും കൂടി കൂട്ടി 7 ഗ്രഹങ്ങൾക്ക് പകർന്നു കൊടുത്താലേ എത്രാമത്തെ ഗ്രഹത്തിൽ വന്നു നിൽക്കും എന്നുള്ളത് വെച്ചിട്ടാണ് ആരോടെ എടുക്കുന്നത്. എന്നാൽ ഇത് രാശി എടുക്കുന്നതിന് വേറൊരു കണക്കാണ്. അത് സാധാരണ ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കാറില്ല. അതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ബലം വന്നത്. ഇപ്പൊ ബുധനാണെങ്കിൽ ഇന്നത്തെ ബുധന്റെ സ്ഥിതി വൃശ്ചിക രാശിയിലാണ്. ഈ വൃശ്ചികം രാശിയുടെ ബാധാരാശികളൊക്കെ എടുത്ത് ബാക്കിയുള്ള രീതിയിൽ കാണുന്നു. അപ്പൊ ഇത് ബാധാരാശി, ചന്ദ്രന്റെ രാശി ബാധരാശിയായി, ബാധാധിപൻ 6-ലിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ശത്രുദോഷം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഞാൻ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട് പ്രശ്നം വെക്കണം എങ്ങനെയൊന്നും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫിലോസഫി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.